SFI മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ്. അത് ആർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാനായാലും ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളായാലും ക്യാമറ പിടിച്ചു നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായാലും ഒക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചവരാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ പങ്കാണ് SFI പോലൊരു വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളായിക്കൊള്ളട്ടെ, കേരളത്തിലെ ക്യാമ്പസുകളായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികളിൽ മതവർഗീയ വിഷം കുത്തിവെക്കാതിരിക്കാൻ SFI വഹിക്കുന്ന പങ്ക് അത് ആർക്കും ചെറുതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഞാനുൾപ്പെടെ ഈ നഗര ഹൃദയത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. 6ാം ക്ലാസ്സിൽ SFIയുടെ മെമ്പർഷിപ്പ് എടുത്താണ്, പ്രകടനത്തിൽ പങ്കെടുത്തിട്ടാണ് സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചത്. എന്നെ ഞാനാക്കുന്നതിൽ SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ ശരിയായ പാതയിൽ നയിക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നവരൊക്കെ എടുത്തു പരിശോധിച്ചാൽ SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ SFIയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. SFI മാതൃകയാക്കേണ്ട ഒരു സംഘടനയാണ്. നിരവധി പേർ SFIയിൽ പ്രവർത്തിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരു ശരിയായ രാഷ്ട്രീയം മുറുകെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്. നിരവധി പേർ ഭീകരമർദ്ദനമേൽക്കേണ്ടവരായിട്ടുണ്ട്. നാടിൻ്റെ മതസാഹോദര്യത്തിന് വേണ്ടി SFI വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മറ്റേ യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായി ഞാനിതിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, താഴെത്തട്ടിലുള്ള SFIയുടെ പ്രവർത്തനം നമ്മൾ എടുത്തു പരിശോധിക്കും. ഇപ്പോൾ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ കോഴിക്കോടാണല്ലോ നടന്നത്. അതിൻ്റെ സംഘാടനത്തിൽ SFI വിദ്യാർത്ഥികൾ വഹിച്ച പങ്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വലിയ കളക്ഷൻ എടുക്കാതിരിക്കാൻ തീരുമാനമെടുത്തു. വീടുകളിൽ പെട്ടി വെച്ച്, ഒരു മാസം മുമ്പ് പെട്ടി വെച്ച്, ആ പെട്ടിയിൽ ഓരോ വീട്ടിലും വ്യാപാര സ്ഥാപനത്തിൽ ഇഷ്ടമുള്ളവർ ചെറിയ തുക ഇട്ട് ഒരു മാസം ആ പെട്ടി നിറഞ്ഞ് ആ പെട്ടി കളക്ട് ചെയ്തിട്ട് ആ ചെലവിലാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. എത്ര ഗംഭീരമായിട്ടാണ് ഈ SFIയുടെ വിദ്യാർത്ഥികൾ ആ പ്രവർത്തനം ഏറ്റെടുത്തത്. പെട്ടി വെക്കാൻ പോയി, ഓരോ ആഴ്ചയിലും പോയിട്ട് പെട്ടിയിൽ പൈസ ഇടണം, മറക്കരുത്, ഞങ്ങളുടെ സമ്മേളനം നടത്താനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു മാസം ചിട്ടയായ പ്രവർത്തനം നടത്തി. 2 ലക്ഷം പെട്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ വീടുകളിൽ സ്ഥാപനങ്ങളിൽ വെച്ചത്. അതിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് മാത്രമാണ് ആ സമ്മേളനം നടത്തിയത്. അത് SFIയുടെ ഒരു സംഘടനാ വർക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിന് നമ്മളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. SFIയെ സ്നേഹിക്കുന്ന, സമ്മേളനം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘാടക സമിതി എല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിലും SFIയുടെ അത്തരം പ്രവർത്തനം നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അത് സമൂഹത്തിൽ എല്ലാവരും അറിയുന്ന കാര്യമാണ്. SFI പോലൊരു സംഘടന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ SFIയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നിർഭയം അണിനിരക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് SFI. കേരളം ഒരു മതവർഗീയ കലാപഭൂമി ആകാതിരിക്കുന്നതിന് കേരളത്തിലെ ക്യാമ്പസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് കേരളത്തിലെ കലാലയങ്ങൾ. അതിൽ SFI വലിയ പങ്കല്ലേ വഹിക്കുന്നത്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയമായി SFI എതിർക്കുന്നവരായാലും SFI എടുക്കുന്ന ഇത്തരം നിലപാടുകളെ പിന്തുണക്കുന്നത് സ്വാഭാവികമാണ്. SFI ഒരു മാതൃകാ സംഘടന തന്നെയാണ്.